ഹലോ, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ഞാൻ വീട്ടിൽ എപ്പോൾ റെഡിയാക്കിയെടുക്കുന്ന ഒരു മെത്തേഡിൽ മീൻ വറ്റിച്ചെടുത്തതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ചും എടുത്തിട്ടുണ്ട്. അതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 2 തക്കാളി ഇതുപോലെ ഒന്ന് മീഡിയം സൈസുള്ള തക്കാളി, നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ ഏറ്റവും നല്ലത്. പിന്നെ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് പിഴിഞ്ഞിട്ടുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ നിരടിയെടുക്കുക കേട്ടോ. എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സായി കിട്ടണം. ഇങ്ങനെ വറ്റിച്ചെടുത്താൽ പ്രത്യേക ടേസ്റ്റാണ്. എന്നാൽ ടൈമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. ഈ രീതിയിൽ ചെയ്തെടുക്കാൻ ഞാൻ എപ്പോഴും ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കാറ്. നമ്മൾ മീൻ കറി വെക്കുന്ന പോലെ വഴറ്റിയിട്ടൊന്നുമല്ല, ഇതുപോലെ ചെയ്തെടുത്താൽ പ്രത്യേക ടേസ്റ്റുമാണ്, എന്നാൽ സിമ്പിളുമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് നിരടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂണ് നമ്മുടെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ചില സമയത്ത് ഇതെല്ലാം ചേർത്തിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടും കുഴച്ചെടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണിക്കുമ്പോൾ ഇതെല്ലാം ചേർത്ത് ചിലപ്പോൾ ചിലരുടെ കൈയൊക്കെ ഇങ്ങനെ പറയുക നീറലൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഒരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ അയല മീനാട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതും ചേർത്തിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ കൈ വെച്ചിട്ട് ഈ ഒരു മുളകിൽ മിക്സ് ചെയ്യാൻ മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്ന് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് മീൻ ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചൊരു ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈ രീതിയിൽ അങ്ങ് വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിലിട്ടിട്ട് അതൊന്ന് തിളച്ച് വരുന്ന വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടെടുക്കുക. അതിനുശേഷം ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. സ്പൂൺ വെച്ചിട്ട് ഒരുപാട് അങ്ങ് കുത്തി ഇളക്കൊന്നും ചെയ്യരുത്, മീനൊക്കെ ഉടഞ്ഞു പോവും. നമ്മൾ വറ്റിച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇടയ്ക്കൊന്ന് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കുക, അല്ലെങ്കിൽ ആ ഒരു ചട്ടി തന്നെ ഒന്ന് തിരിച്ചു കൊടുത്താലും മതി. അപ്പോൾ ദാ മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് അങ്ങ് മിക്സ് ചെയ്യരുത്. അപ്പം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനുശേഷം മറിച്ചിടണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മറിച്ചിടാം. മറിച്ചിടേണ്ട ആവശ്യമില്ല, വെള്ളമൊക്കെ മുകളിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് മറിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് അത് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. 1-2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മളിതിലേക്ക് പച്ച വെളിച്ചെണ്ണ, തീ ഓഫ് ചെയ്തതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തീ ഓഫ് ചെയ്തതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു മീൻ വറ്റിച്ചതിലേക്ക് ഈ ഒരു പച്ച വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് വരുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അടിപൊളിയാണ്. ഇപ്പോൾ തന്നെ എടുക്കരുത്, കുറച്ച് സമയം കഴിഞ്ഞിട്ട്. അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ളതാണെങ്കിൽ രാവിലെ തന്നെ ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. എന്നാലേ ഉച്ചയ്ക്കാകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കുന്നുണ്ട് കേട്ടോ. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള മീൻ വറ്റിച്ചതാണ്. അപ്പോൾ വെള്ളം ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക്